10th സ്റ്റാൻഡേർഡ് ന്യൂ ടെക്സ്റ്റ് ബുക്ക് ജോഗ്രഫി ദിനാന്തരീക്ഷസ്ഥിതിയും കാലാവസ്ഥയും വെതർ ആൻഡ് ക്ലൈമറ്റ്. ആഗോള മർദ്ദമേഖലകൾ. ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഭൂമധ്യരേഖാ പ്രദേശത്തെ ഉയർന്ന താപനില കാരണം വായു ചൂടായി വികസിച്ചുയരുന്നതാണ് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല അഥവാ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് രൂപം കൊള്ളാൻ കാരണം. ലംബദിശയിൽ വായുപ്രവാഹം ഉണ്ടാകുന്ന ഈ മേഖലയിൽ കാറ്റുകൾ വീശുന്നില്ല. കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ ഈ മർദ്ദമേഖലയെ നിർവാത മേഖല അഥവാ ഡോൾഡ്രംസ് എന്ന് വിളിക്കുന്നു. ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ. മധ്യരേഖയിലേതിന് വിപരീത അന്തരീക്ഷ സാഹചര്യങ്ങളാണ് ധ്രുവങ്ങളിൽ ഉള്ളത്. വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതിനാലാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ അഥവാ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്സ് രൂപപ്പെടുന്നത്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ. മധ്യരേഖാ പ്രദേശത്തു നിന്നും വികസിച്ചുയരുന്ന വായു ഉയർന്ന വിതാനത്തിൽ ധ്രുവങ്ങൾക്കഭിമുഖമായി കാറ്റായി വീശുകയും ക്രമേണ തണുത്ത് 30 ഡിഗ്രി തെക്ക് 30 ഡിഗ്രി വടക്ക് അക്ഷാംശ മേഖലകളിൽ താഴ്ന്നിറങ്ങുകയും ചെയ്യുന്നതിനാൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ അഥവാ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് രൂപപ്പെടുന്നു. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ. ഏതാണ്ട് 60 ഡിഗ്രി തെക്കും 60 ഡിഗ്രി വടക്കും അക്ഷാംശ മേഖലകളിൽ പൊതുവെ താപനില കുറവായതിനാൽ ഉച്ചമർദ്ദ സാഹചര്യങ്ങളാണ് രൂപപ്പെടേണ്ടത്. എന്നാൽ ഭ്രമണത്തിൻ്റെ സ്വാധീന ശക്തിയാൽ ഈ മേഖലയിൽ വായു വൻതോതിൽ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നതിനാൽ ന്യൂനമർദ്ദ മേഖലകൾ അഥവാ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സ് രൂപപ്പെടുന്നു.